ഷാർക്കിനെ അട്രാക്ട് ചെയ്യുന്നതിനായി കുറച്ച് ഫ്രണ്ട്സ് കടലിലേക്ക് ഒരു ബക്കറ്റ് നിറയെ ബ്ലഡ് ഒഴിക്കുന്നു. ബ്ലഡ് കടലിൽ സ്പ്രെഡ് ആയതും അതിന്റെ സ്മെല്ലടിച്ച് അവിടേക്ക് ഷാർക്ക് വരുന്നു. അത് കണ്ട് എല്ലാവരും എക്സൈറ്റഡ് ആവുന്നു. പക്ഷെ ബോട്ടിൽ നിന്നുകൊണ്ട് അതിനെ കാണുന്നത് അവർക്ക് തൃപ്തിയാവുന്നില്ല. അവർ കടലിലിറങ്ങാൻ തീരുമാനിക്കുന്നു. അതിനായി അവർ ബോട്ടിലുണ്ടായിരുന്ന സ്ട്രോങ് ആയ ഇരുമ്പുകൂട്ടിൽ കയറുന്നു. ആദ്യം 2 ആൺസുഹൃത്തുക്കൾ പോയിട്ട് വരുന്നു. അത് കണ്ടപ്പോൾ അത്രയും നേരം ടെൻഷൻ അടിച്ചു നിന്ന 2 പെൺകുട്ടികളും പോകാമെന്ന് തീരുമാനിക്കുന്നു. വെള്ളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ അവർ ഒരു കൂട്ടം കുഞ്ഞുമീനുകളെ കാണുന്നു. ആ കാഴ്ച അത്രയും ഭംഗിയായതുകൊണ്ട് തന്നെ അത് കണ്ടവർ ഹാപ്പി ആവുന്നു. അവർ ഫോട്ടോ എടുക്കാനായി ക്യാമറ എടുത്തതും അത് വഴുതി വെള്ളത്തിൽ വീഴുന്നു. പെട്ടെന്ന് അവിടെ വന്ന വലിയ ഷാർക്ക് ആ ക്യാമറ വിഴുങ്ങുന്നു. പക്ഷെ അത് കണ്ടിട്ടും അവർ പേടിക്കുന്നില്ല. ലൈവായി ഷാർക്കിനെ കണ്ട് അവർ എക്സൈറ്റഡ് ആവുന്നു. പക്ഷെ പെട്ടെന്ന് അവരുടെ കൂടിനെ ബന്ധിപ്പിച്ചിരുന്ന സ്റ്റീൽ റോപ്പ് സ്ലിപ്പ് ആവുന്നു. അവർ പാനിക് ആവുന്നു. ഉടനെ ബോട്ടിലുണ്ടായിരുന്നവർ അവരെ സേഫായി വെള്ളത്തിന് മുകളിൽ എത്തിക്കുന്നു. പക്ഷെ ആ കൂട് തുറക്കാൻ പോയ അടുത്ത നിമിഷം തന്നെ ആ റോപ്പ് പൊട്ടി ആ കൂട് കടലിനടിയിലേക്ക് താഴ്ന്നു പോകുന്നു. വേഗത്തിൽ വന്ന കൂട് ശക്തമായി തന്നെ താഴെ വന്ന് പതിച്ചതുകൊണ്ട് അവർക്ക് ബോധം നഷ്ടമാവുന്നു. നോക്കുമ്പോൾ അവരിപ്പോൾ 47 മീറ്റർ ആഴത്തിൽ എത്തിയിരിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞ് ബോധം വന്നപ്പോൾ അതിലൊരു പെണ്ണ് പാനിക് ആവുന്നു. ഫ്രണ്ട് അവളെ സമാധാനിപ്പിക്കുന്നു. മാത്രമല്ല ഇത്രയും ആഴത്തിൽ വന്നതുകൊണ്ട് അവർക്ക് മുകളിലുള്ളവരുമായി കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. അവരുടെ കയ്യിലെ ഓക്സിജനും തീർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അതിലൊരു പെണ്ണ് ധൈര്യം സംഭരിച്ച് കൂട്ടിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കുന്നു. പക്ഷെ അവളുടെ മാസ്ക് കൂടിന്റെ അഴിയിൽ കുടുങ്ങുന്നു. അവളത് ഊരിമാറ്റി പുറത്തു വന്ന് വീണ്ടും മാസ്ക് ധരിച്ച് കുറച്ച് മുകളിലേക്ക് നീന്തി വരുന്നു. എന്നിട്ട് ബോട്ടിലുള്ളവരെ കോണ്ടാക്ട് ചെയ്യുന്നു. ഷാർക്കിന്റെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി അവരെ ആ കൂടിനകത്ത് തന്നെ ഇരിക്കാനും വൈകാതെ തന്നെ റെസ്ക്യൂ ടീം അവരെ രക്ഷിക്കാൻ വരുമെന്നും പറയുന്നു. അങ്ങനെ അവൾ വീണ്ടും തിരികെ വന്ന് ആ കൂടിനകത്ത് വെയിറ്റ് ചെയ്യുന്നു. കുറെ സമയം കഴിഞ്ഞ് ഒരാൾ അവരെ രക്ഷിക്കാൻ വരുമെങ്കിലും ഷാർക്ക് അയാളെ അറ്റാക്ക് ചെയ്യുന്നു. അതുകൊണ്ട് ഇവൾ അയാൾ കൊണ്ടുവന്ന റോപ്പ് ആ കൂട്ടിൽ കെട്ടുന്നു. നോക്കുമ്പോൾ അവരുടെ കൂട് പതിയെ മുകളിലേക്ക് പൊങ്ങാൻ തുടങ്ങുന്നു. അവർ ഹാപ്പി ആവുന്നു. പക്ഷെ കുറച്ച് മുകളിലേക്ക് ഉയർന്നതും ആ റോപ്പ് പൊട്ടി അവർ വീണ്ടും താഴേക്ക് പതിക്കുന്നു.